എൻ്റെ മോനെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അവൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ പുതുക്കിയ പാഠ്യപദ്ധതിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അവൻ്റെ മലയാളം ടെക്സ്റ്റ് ബുക്കുകൾ ഞാനിങ്ങനെ എനിക്ക് പണ്ടും അതെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ മലയാളം പാഠപുസ്തകങ്ങളോടൊരു വല്ലാത്ത ഒരു താല്പര്യമാണ്. അതിലെ കഥകൾ കവിതകളൊക്കെ വായിക്കാനും ടീച്ചർമാരെടുക്കുന്നതിന് മുൻപ് തന്നെ അതൊക്കെ ഹൃദയസ്ഥാക്കാനൊക്കെ ഉള്ളൊരു താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും എനിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കാണുമ്പോൾ ഞാൻ ആദ്യം മറച്ചു നോക്കുന്നത് മലയാള പാഠപുസ്തകം തന്നെയാണ്. അപ്പോൾ എൻ്റെ മകൻ 8ലാണ് ഈ വർഷം പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ മലയാളം സെക്കൻഡ് 8ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് ഞാനിങ്ങനെ മറച്ചു നോക്കുമ്പോൾ ഒരു കവിത അയ്യപ്പ പണിക്കരുടെയാണ്. പകലുകൾ രാത്രികൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി, ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്കതൊന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നി. ഹൃദയത്തോടാണ് കേട്ടോ കവിതയുടെ ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം ഇടിക്കുന്നത് എന്നാണ്. നമ്മളിങ്ങനെ പറയില്ലേ, എനിക്കൊരുപാട് വേദനിച്ചു, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ, അവരുടെ ചില വർത്തമാനങ്ങൾ, നമ്മളോടുള്ള ചില സമീപനങ്ങളൊക്കെ എൻ്റെ ഹൃദയം വേദനിച്ചു എന്ന് നമ്മൾ പെട്ടെന്ന് പറയില്ലല്ലോ. എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങി, മനസ്സ് ഒരുപാട് വേദനിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടമായി എന്നൊക്കെ നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ടല്ലേ പറയുക. അല്ലെങ്കിൽ കവിളത്ത് കൈവച്ചിട്ടോ മൂക്കിൽ കൈവച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വയറിൽ കൈവച്ചിട്ടോ ഒന്നും അല്ലല്ലോ പറയുക എനിക്കൊരുപാട് വേദനിച്ചു എന്ന്. ഒരാളുടെ നമ്മുടെ ഇമോഷൻസ് വെച്ച് ഒരാൾ കളിക്കുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ശരീരത്തിലെ മറ്റ് എവിടെയും തൊട്ടിട്ടല്ല നമ്മൾ പറയുക, നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ടാണ് പറയുക. അവിടെയാണ് ഹൃദയം ഉള്ളത് അല്ലേ. നമ്മുടെ മനഃശാസ്ത്രജ്ഞനൊക്കെ പറയാറുണ്ട്, മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവത്തെ നമുക്ക് തലച്ചോറുമായും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല രീതിയിൽ ബന്ധിപ്പിക്കും. പക്ഷേ ശരിക്കും നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ടല്ലേ നമ്മൾ പറയുക. നമ്മുടെ വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഹൗ എന്നുള്ള ആ ഒരു ഫീലിങ്സോട് കൂടിയിട്ടല്ലേ ഇവിടെ കൈവച്ചിട്ടാണ് പറയുക. അവിടെയുള്ള ശരിക്കുള്ളൊരു അവയവം ഉണ്ട് അവിടെ അല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ മിടിക്കുന്ന സദാസമയവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമുണ്ട്. അതിനോട് നമ്മൾ സംവദിക്കാറുണ്ടോ, നമ്മൾ സംസാരിക്കാറുണ്ടോ, നമ്മൾ എപ്പോഴെങ്കിലും അതിന് സുഖമാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നെല്ലാം നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ ഇവിടെ കവി ചോദിക്കുകയാണ് ഹൃദയത്തോട്. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു പോകയോ, പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ, പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി, വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. ഹൃദയം കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ. പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി, വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. ഇതിൻ്റെ രീതി, ഈണം, താളം ഇങ്ങനെയൊക്കെ ആണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് ചൊല്ലല്ല പറയുകയാണ്. ഹൃദയത്തോട് ചോദിക്കുകയാണ് കവി, നമുക്ക് മടുത്തു പോയോ, മിടിച്ച് മടുത്തു പോയോ, പഴയ പോലെയുള്ള പ്രസരിപ്പൊന്നും ഇല്ലല്ലോ, ഏതാണ്ട് പണി തീരാറായി എന്ന് കവിക്ക് തോന്നുകയാണ്. അപ്പോൾ ഹൃദയം തിരിച്ചു മറുപടി പറയുകയാണ്, അതെ കുറേ നാളായില്ലേ ഞാൻ ഈ പണിയെടുക്കണോ കൂട്ടിലിട്ട കിളിയെ പോലെ എന്ന് ചോദിക്കുകയാണ്. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ, തുടിച്ചു ഞാനകം തുടുത്തു വേണ്ടപ്പോൾ മിടിച്ചു പോന്നതും മറക്കരുത് എന്ന് പറയാണ്. ദുഃഖങ്ങളും സൗഖ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും തുടുത്തു നിന്നതാണ് അല്ലേ, അതൊന്നും മറക്കരുത് എന്ന് ഹൃദയം കവിയോട് പറയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി ഹൃദയം പറയാണ്, കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്നറിയുകില്ല, ശരി ഹൃദയമേ നിനക്ക് നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ. ഹൃദയം പറയുന്നുണ്ട് കേട്ടോ, എന്താ സംഭവിക്കുക എന്താ ഉണ്ടാവുക പറയാൻ പറ്റില്ല, വഴിയിൽ എപ്പോഴാണ് നിന്ന് പോവാന്നൊന്നും അറിയില്ല എന്ന്. അപ്പോൾ കവി തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നതിന് നന്ദിയുണ്ട്, കൃതജ്ഞതയുണ്ട് എന്ന് പറയാണ്. ആരോർക്കുന്നു നമ്മളിങ്ങനെ ഓരോരോ ഓട്ടപ്പാച്ചിൽ, ഓരോരോ കാര്യങ്ങൾ, ഒരൊറ്റ സെക്കൻഡ് അല്ലേ എല്ലാവരും പറയുന്നത് പോലെ അതിൻ്റെ ആ ഒരു മിടിപ്പൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം തീർന്നില്ലേ. പക്ഷെ ആരോർക്കുന്നു, ആരാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്, ആരാണ് അത് ഓർത്തുകൊണ്ട് ജീവിക്കുന്നത്? ആരുമില്ല. പക്ഷെ ഇങ്ങനെ സദാസമയം ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവയവത്തോട് വല്ലപ്പോഴുമൊക്കെ നമ്മൾ 1-2 മിനിറ്റ് നേരം ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്
എനിക്ക് കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഒരുപാട് വേദനിക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു അവയവമാണത് അല്ലേ. സന്തോഷം ഉണ്ടാവുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോഴും ഒക്കെ അവിടെയാണ് മിടിപ്പ് കൂടുക അല്ലേ. നമ്മുടെ ശരീരത്തിലെ മറ്റവയവങ്ങളെപ്പോലെ ഒന്നും അല്ലല്ലോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ഹൃദയം പടപടാൻ മിടിക്കും. ഒരുപാട് വിഷമം വരുമ്പോഴും ഹൃദയം പടപടാ അല്ലേ. അപ്പോൾ ആ ഒരു പടപടപ്പ് ആ ഒരു പടപടപ്പിനോട് നമ്മൾ ഇടയ്ക്കൊന്ന് സംസാരിക്കണ്ടേ, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കില്ലേ. ഈ കവി ഇങ്ങനെ കവിയുടെ ഹൃദയത്തോട് ചോദിച്ച് ഹൃദയം കൊടുത്ത മറുപടി. ഇനിയുണ്ട് കേട്ടോ, വരികളൊക്കെ ഇനിയും ഒരുപാടുണ്ട്. നല്ലൊരു സുഹൃത്തായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഹൃദയം എന്നൊക്കെയാണ് പറയുന്നത്. കവി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വരികളുണ്ട് തോന്നുന്നു. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് വരികളെ കൊടുത്തിട്ടുള്ളൂ. ആലോചിക്കാൻ ഒരുപാടുള്ള കുറച്ച് വരികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്കതൊന്ന് വായിച്ചപ്പോൾ എനിക്കൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. വല്ലാത്തൊരു ഒരു വ്യത്യസ്തത തോന്നി എനിക്ക്. നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കുക, നമ്മളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതിൽ നമ്മുടെ ഹൃദയത്തോടു കൂടി നമ്മൾ അല്ലേ, ഹൃദയം അതിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്തോ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ.